ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീക്ക്ലി വ്ളോഗാണ്. കുറേ നാളായിട്ട് എനിക്ക് ആക്ച്വലി എങ്ങനത്തെ സ്റ്റൈൽ ഓഫ് വീഡിയോസ് എടുക്കണം എന്ന് എനിക്കറിയില്ല. വ്ളോഗിങ് എനിക്കിഷ്ടമാണ്, പക്ഷേ ആ ഒരു ഫോർമാറ്റ് എന്ത് ഫോർമാറ്റാണ് നല്ലത് ഒരു കൺഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ജസ്റ്റ് എൻ്റെ കോഫി കുടിക്കുക. നല്ല ലൈറ്റിങ് കണ്ണിൽ തന്നെ അടിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡെക്കോർ ഐറ്റംസും മറ്റേ ഇങ്ങനത്തെ വാസൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ ഈ ഒരു സ്വേർലി വാസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് H&M ഞാൻ കുറച്ച് മുമ്പ് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 4 ഫ്ലവേഴ്സ് ഐക്കേന്നാണ് വാങ്ങിച്ചത്. ഇതിനൊരു വിൻറ്റേജ് ലുക്കില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ എനിക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പാട്ടുണ്ട്. ആ പാട്ട് ഇട്ടിട്ട് എനിക്ക് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു തെറാപ്യൂട്ടിക് ഫീലിംഗ് ആണ്. എനിക്ക് ഭയങ്കര എന്തോ ഒരു സെൻ മോഡിലോട്ട് കയറും. ഒരു പ്രത്യേക പാട്ടുണ്ട് എനിക്ക്. ആ പാട്ട് ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും ക്ലീനിങ് ഒക്കെ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു നല്ല രസമാണ് ചെയ്യാൻ സംഭവങ്ങൾ. പിന്നെ ഞാൻ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഈ ടേബിളും ഡ്രസ്സിങ് ഏരിയയൊക്കെ ഫുൾ വൃത്തിയേടാക്കിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ഒന്ന് എന്താ പറയുക ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. കാര്യം ഞാൻ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ എല്ലാം വലിച്ചു വാരിയിടും. ആ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ പറയുക, എൻ്റെ പെർഫ്യൂമിൻ്റെ സെക്ഷനും ഒക്കെ കുറച്ച് മെസ്റ്റപ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. പെർഫ്യൂംസ് ഒരു സ്ഥലത്ത്, മറ്റേ ബോഡി സ്പ്രേ എടുത്ത സ്ഥലത്തായിട്ടൊക്കെ. ഓക്കെ, സോ ഇതെൻ്റെ കുറച്ച് പെർഫ്യൂംസ്. പിന്നെ ബോഡി മിസ്റ്റ് എല്ലാം ഞാനിങ്ങനെ ഒരു കുട്ടി ട്രേയിൽ ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. ഈ ട്രേ എനിക്കിഷ്ടമല്ല, മാറ്റണം. അങ്ങനെ ഞാൻ എല്ലാം ക്ലീനപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാം വലിച്ചു വാരിയിടും. അതെൻ്റെ ഒരു സ്വഭാവമാണ്. വൃത്തിയാക്കും, പക്ഷേ എന്നാൽ അതുപോലെ തന്നെ വലിച്ചു വാരിയിടും. പിന്നെ ബാക്കിയുള്ള എല്ലാം എൻ്റെ ഈ ഒരു ആക്രിലിക് പെർഫ്യൂം ഹോൾഡറിൽ ഇങ്ങനെ വെക്കുകയാണ്. ഓക്കെ, സോ അതിൽ ഇങ്ങനെ ഒരു 4 ടിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഗോൾഡൻ കളറിലുള്ള പെർഫ്യൂംസ് എല്ലാം ഞാനൊരു ട്രെയിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ബോഡി മിസ്റ്റ് ഈ ഒരു ട്രെയിൽ, പിന്നെ ബാക്കിയെല്ലാം ഈ ഒരു ഓർഗനൈസറിൽ ഇതിങ്ങനെ അടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ പെർഫ്യൂം ഓർഗനൈസേഷൻ. അപ്പോൾ സൺഡേ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ദുബായ് മോളിലോട്ട് പോവാണ്. ദുബായ് മോളാണ് സൺഡേസ് എ ബാഡ് ഐഡിയ. പക്ഷേ പാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കഫേ ഉണ്ട്. അവിടുത്തെ മെറ്റൽഡ കേക്ക് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ കുറേ നാളായിട്ട് പിള്ളേർക്ക് കഴിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ കഫേ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ മെറ്റൽഡ കേക്ക്. ഭയങ്കര റിച്ച് ആൻഡ് ചോക്ലേറ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് കേക്ക്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര ഹെവി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നിങ്ങളൊരു വലിയ ഗ്രൂപ്പായിട്ട് പോയിട്ട് ട്രൈ ചെയ്യാനാണ് നല്ലത്. അത് കഴിഞ്ഞ് നമ്മൾ മിനിസോയിൽ പോയപ്പോൾ ഈ സാധനങ്ങളൊക്കെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഈ അവക്കാഡോ. ഇന്ന് ഞാൻ ദുബായ് മോളിൽ വന്നിരിക്കുകയാണ്. 1-2 പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും മാച്ച കുടിക്കണമല്ലോ. ഇത് ചാ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു മാച്ച പ്ലേസ് ആണ്. ഇവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം മാച്ച ട്രൈ ചെയ്ത്. അന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇതെനിക്കിപ്പം എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മാച്ചാസാണ്. അത് കഴിഞ്ഞിട്ട് സോൾ ഡേ ജനറോൻ്റെ ഒരു പോപ്പപ്പ് അവിടെ ദുബായ് മോളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി. അവിടെ ഇങ്ങനെ പേരൊക്കെ നമ്മുടെ എഴുതി കാണിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആന്ത്രപ്പോളജിയിൽ പോയി. അവിടെ ഒരുപാട് ക്യൂട്ട് ക്വർക്കി പ്രിറ്റി ഹോം സ്റ്റഫ് ഉണ്ട്. എന്ത് രസമാണെന്ന് അറിയുമോ. എനിക്ക് അവരുടെ ഓരോ പീസസും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ജ്വല്ലറി ട്രേ, ഈ ഗ്ലാസ് എല്ലാം രസമാണ്. ഇത് കണ്ടില്ലേ, എന്ത് ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങൾ. ആൻഡ് അവരുടെ കയ്യിൽ ലൈക്ക് ഹോം ഡെക്കോർ സാധനങ്ങളല്ലാണ്ട് ഔട്ട്ഫിറ്റ്സും മറ്റേ ആക്സസറീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബാഗ് എനിക്ക് അവിടെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. എനിക്കിപ്പോൾ ഇങ്ങനത്തെ വലിയ വള്ളം പോലെ ഇരിക്കുന്ന ബാഗുകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ 1-2 ഓൾറെഡി ഉണ്ട്. പക്ഷേ നല്ല രസമുണ്ട് ഈ ബാഗ് കാണാൻ. അത് കഴിഞ്ഞിട്ട് ദുബായ് മോളിൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം വന്നിട്ടുണ്ട്. അവിടെ കുറേ പുതിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്ങനെ അവിടെ ഒരെണ്ണത്തിൽ രാമനൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. മധുരം കൂടിപ്പോയി. എനിക്ക് കോഫിയിൽ ഭയങ്കര മധുരം ഇങ്ങനെ ഒരുപാട് കൂടിപ്പോയാൽ എനിക്കിഷ്ടമല്ല. ഒരു ഇടത്തരം മധുരത്തിൽ നിന്നാലേ ആ ഒരു രസമുള്ളൂ. കുറച്ച് നേരം വായിക്കാൻ പോവാണ്. ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ മാസവും മിനിമം ഒരു ബുക്കെങ്കിലും വായിക്കണമെന്ന്. കംപ്ലീറ്റ്ലി ഗോളിൽ നിന്നില്ലെങ്കിലും 5-6 ബുക്കൊക്കെ ഞാൻ ഈ വർഷം വായിച്ചു. കാര്യം പണ്ട് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ഞാൻ വായിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബുക്ക് വായിക്കാൻ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയി കുറേ അങ്ങ് കുറഞ്ഞു. ലൈക്ക് ബുക്ക് വായന തീരെ ഇല്ലാണ്ടായി. അതെന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു ഫാക്റ്റായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഫിക്ഷൻ മതിയാക്കി. എന്നിട്ട് ഞാൻ നോൺ ഫിക്ഷൻ ബുക്ക്സ് വായിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കത് തീരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വർഷം വിചാരിച്ചു ഫിക്ഷനും കൂടെ മിക്സ് ചെയ്തിട്ട് വായിക്കാം. ഫിക്ഷൻ ആകുമ്പോൾ കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഞാൻ ഒരു ബുക്കും വായിച്ചിട്ടില്ല. എൻ്റെ പ്ലാൻ അതായിരുന്നു നാട്ടിൽ വെക്കേഷന് പോകുമ്പോൾ ഒരുപാട് ബുക്കൊക്കെ വായിക്കണമെന്ന്. പക്ഷെ ഒന്നും നടന്നില്ല. സോ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബുക്ക് ഈ ഡാൻ ബ്രൗണിൻ്റെ ഈ ബുക്കാണ്. പുതിയ ബുക്കാണ്, ദ സീക്രറ്റ് ഓഫ് ദ സീക്രറ്റ്സ്. ഞാൻ ആക്ച്വലി പുള്ളിക്കാരൻ്റെ ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് വായിച്ചിട്ടുണ്ട്, ദ ഡാവിഞ്ചി കോൾഡ് വായിച്ചിട്ടുണ്ട്, ലോസ്റ്റ് സിമ്പിൾ വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1-2 ബുക്ക്സ് ഞാൻ വായിച്ചിട്ടില്ല. ഇതാണ് പുള്ളിക്കാരൻ്റെ ലേറ്റസ്റ്റ് ബുക്ക്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ ഞാൻ ദുബായ് മോളിൽ പോയപ്പോൾ ഈ ഹുദ ബ്യൂട്ടിയുടെ
ലിപ്പ് കോൺടോർ സ്റ്റെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഹൈപ്പ് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. ബിക്കോസ് ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ഇങ്ങനെയാണ്, ഇതിങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തെറ്റുകൾ ഒരുപാട് വരുത്താൻ പറ്റില്ല. ഓക്കെ, പെട്ടെന്ന് ഇത് ഡ്രൈ ആവും. പിന്നെ എനിക്ക് സാധാരണ ലിപ് ലൈനർ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് കുറച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം. ഇതിന് ആ ഒരു ബ്ലെൻഡിങ് നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം, ആൻഡ് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്യാനും പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സാധനം ഇങ്ങനെ തന്നെ സൂക്ഷിക്കണം. ലൈക്ക് ഇതിൻ്റെ ടിപ്പ് ഇങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആവും. ഇതിൽ ആ സാധനം കാണില്ല, നിങ്ങൾക്ക് ഇടാൻ തോന്നുമ്പോൾ ഇതിനകത്ത് ഇങ്ക് ഈ ടിപ്പിൽ ഉണ്ടാവില്ല. ഓക്കെ, എനിക്ക് അതിനൊന്നും ഉള്ള പേഷ്യൻസ് ഇല്ല. ഞാനിങ്ങനെ ലിപ് ലൈനർ ഇട്ടിട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഒറ്റയേറി അമ്മേ ഇപ്പോഴും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യാനുള്ള പേഷ്യൻസ് എനിക്കില്ല. സോ അതുകൊണ്ട് എനിക്കിത് അത്ര ഒരു വർത്തായിട്ടുള്ള ഒരു സാധനമാണെന്ന് പേഴ്സണലി തോന്നുന്നില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇതാണ് കളർ. ഓക്കെ, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഓക്കെ, അത് ഞാൻ അഗ്രി ചെയ്യുന്നു, എനിക്ക് ലോങ് ലാസ്റ്റിംഗ് ഇഷ്ടമാണ്. പക്ഷേ എനിക്കൊന്ന് എല്ലാവർക്കും ഡിഫറെൻറ്റ് എന്താ പറയുക കാര്യങ്ങളാണ് മേക്കപ്പിൽ നിന്ന് ആവശ്യം. ഓക്കെ, സോ ഇത് അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. വേറൊരു സാധനം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം, ഇത് പുതിയ നിക്സിൻ്റെ സ്മുഷി മാറ്റ് ലിപ് ബാം. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, പക്ഷേ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊരു മാറ്റ് ലിപ് ബാം ആണ്, പക്ഷേ സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ കളറും ഞാൻ എടുത്ത കളർ കുറച്ച് ലൈറ്റാണ്, അപ്പോൾ ഞാൻ ഇട്ടാലും ഒന്നും ഇട്ട പോലെ തോന്നുന്നില്ല. ഇതാണ് ഇതിൻ്റെ കളർ. ഇത് ബ്ലെൻഡായിട്ട് വരുമ്പോൾ ഒന്നും കാണാനില്ല. ലൈക്ക് സീരിയസ്ലി ഇത് ഇറ്റ് ബ്ലെൻഡ്സ് ഇൻ ടു നത്തിങ്. മേ ബി ഇതിൻ്റെ ഡാർക്കർ ഷെയ്ഡ്സൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷേ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഒരു മാറ്റ് ലിപ് ബാം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പാക്കേജിങ് ഒക്കെ ഭയങ്കര ക്യൂട്ടാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു സാധനമല്ല. ഓക്കെ, ഈ ദിവസം എനിക്കൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു. ഇതൊരു പ്രസ് ഡേ പോലത്തെ ഒരു ഇവൻ്റാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ കുറേ നല്ല നീഷ് പെർഫ്യൂം ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറേ പെർഫ്യൂംസൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയ പുതിയ പെർഫ്യൂംസൊക്കെ ട്രൈ ചെയ്യാൻ. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു പുതിയ ലോഞ്ചാണിത്. ഗോൾഡ് ഫീൽഡ്സ് ആൻഡ് ബാങ്ക്സ് എന്നൊരു ഓസ്ട്രേലിയൻ ബ്രാൻഡിൻ്റെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു വുഡി ഫ്രേഗ്രൻസ് പോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നമ്മൾ ആ ഇവൻറ്റ് ലൊക്കേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെച്ചാൽ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം. അങ്ങനെ നമ്മൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റും കോഫിയൊക്കെ കഴിക്കാനായിട്ട് പോയി. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എനിക്കൊരു പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു കാർഡ് ഹോൾഡർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതെന്താ ഇത്രയും ചെറിയ പാക്കറ്റിനാണോ ഇത്രയും വലിയ ബോക്സ് അയച്ചത്? വാട്ട് ഈസ് ദിസ്? ഞാൻ സാധാരണ കാർഡ് ഹോൾഡർ എടുക്കാറില്ല. കാര്യം പണ്ട് എൻ്റെ കാർഡ് ഹോൾഡർ കുറച്ച് കാശും കാർഡ് ഹോൾഡറും എല്ലാം കൂടെ കളഞ്ഞു പോയി. അതിനുശേഷം ഞാൻ കാർഡ് ഹോൾഡർ ലൈക്ക് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യില്ല. ഞാൻ വാളറ്റ് തന്നെയാണ് എല്ലായിടത്തും കൊണ്ടുനടക്കുന്നത്. പക്ഷേ എൻ്റെ ചില ബാഗുകൾ വാളറ്റ് വെക്കാനുള്ള സ്ഥലം ലൈക്ക് വാളറ്റും എല്ലാം കൂടെ വെക്കുമ്പം മറ്റേ ഭയങ്കര ക്രാംഡായിപ്പം കുട്ടി ചില ബാഗുകളിൽ. അപ്പോൾ ഞാൻ വെച്ചു ഒരു കാർഡ് ഹോൾഡർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ ഈ ഒരു ടോറി ബർച്ചിൻ്റെ ഒരു കാർഡ് ഹോൾഡറാണ് വാങ്ങിയത്. എനിക്ക് ബ്ലാക്ക് ആക്ച്വലി വേണ്ട, ബിക്കോസ് ബ്ലാക്കാണ് ഭയങ്കര പക്ഷേ കളഞ്ഞാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. റെഡ് നമുക്ക് ചെറിച്ച് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു ഡൗട്ടായിരുന്നു, ഈ റെഡ് എടുക്കുമ്പം ഭയങ്കര എറിയായി പോകുന്നൊരു ചെറിയ പേടി. പക്ഷേ ആക്ച്വലി പ്രിറ്റി ഇതൊരു മെറൂണിഷ് പോലത്തെ റെഡാണ്, ഭയങ്കര എറി റെഡല്ല. അപ്പം ഇതാണ് സംഭവം, ഒരു സ്മൂത്ത് ലെതർ കാർഡ് ഹോൾഡറാണ്. ഓക്കെ, ഇനി ആക്ച്വലി പോയിട്ട് എനിക്കൊരു വീഡിയോ എടുക്കണം, അതാണ് പരിപാടി. എനിക്കൊരു ഔട്ട്ഫിറ്റ് വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കുന്ന ഇപ്പോൾ ഓൾറെഡി മുഖത്ത് മേക്കപ്പ് ഒക്കെ കുറച്ചുള്ളത് കൊണ്ട് കുറച്ച് ടച്ചപ്പ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം, അതാണ് പ്ലാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഇതാണ്. ഒരു വൈറ്റ് ഡ്രസ്സാണ്. ഒരു 4 ഔട്ട്ഫിറ്റ് ഉണ്ട്, അപ്പോൾ അതെല്ലാം കൂടെ ചെയ്തിട്ട് ഇനി നമ്മൾ സെക്കൻഡ് ഔട്ട്ഫിറ്റ് ചെയ്യാൻ പോകാം. ഓക്കെ, വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു കോഫിയും കുറച്ച് ഡൂം സ്ക്രോളിങ്ങും ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഫി കുടിച്ചുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ കുറേ റീലോ ടിക്ടോക്കോ ഒക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി സെറ്റായി. ഹായ് ഗൈസ്, അപ്പം ഞാനിന്ന് മോളുടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഇവർക്ക് എന്തോ ഒരു റീഡിങ് ആക്ടിവിറ്റി ഉണ്ട്. പേരൻസിന് അവരിങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേരുടെ കൂടെ ഇരുന്ന് ബുക്കൊക്കെ വായിക്കാനായിട്ട്. ഇന്ന് ഭയങ്കര ഒരു മസാല ദോശ കഴിക്കാനൊരു ആഗ്രഹം. ഞാൻ ആക്ച്വലി ഇന്ന് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ എന്തോ ഭയങ്കര ഒരു കൊതി. കുറച്ച് ലിപ് ഗ്ലോസ് ഇടാം. അപ്പോൾ പോലെ കണ്ണാടിയൊന്നും കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ബാഗ്. അപ്പോൾ ശരി, ഓക്കെ. പണി പാളി. ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ മോൾക്ക് ഒരു സന്തോഷമില്ല. കാര്യം
അവളുടെ ക്ലാസ്സിൽ നിന്ന് അധികം അമ്മമാരും അച്ഛന്മാരും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സെക്ഷൻസിലൊക്കെ പേരൻസ് ഉണ്ട്, പിള്ളേരെ കൂടെ ഇരുന്ന് വായിക്കുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കാൻ അവൾക്ക് പറ്റുന്നില്ല, ഞാൻ മാത്രമല്ലേ വന്നിട്ടുള്ളൂ. ആളാകെ ഡെസ്പ്. അങ്ങനെ ഞാൻ പിന്നെ വെറുതെ അവിടെ നിന്ന് ചമ്മണ്ടാന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഇറങ്ങി. ഞാൻ പിന്നെ എന്നാൽ പിന്നെ നീ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നോ, ഞാൻ പോവാം, എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്, നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. എന്തായാലും ഈ ക്ഷീണം തീർക്കാൻ ഞാൻ മസാല ദോശ കഴിക്കും. എന്തായാലും നമുക്ക് സ്ഥലം കാലിയാക്കാം. നല്ല വെയിലും നല്ല ചൂടും. ഇന്നാണെങ്കിൽ ഞാൻ സൺസ്ക്രീൻ ഇടാൻ മറന്നും പോയി. അപ്പോൾ ഒടുക്കത്തെ വെയിൽ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഓക്കെ, നമ്മളിടയ്ക്ക് പിള്ളേരെയൊക്കെ വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വസന്ത ഭവനിൽ പോയിട്ട് മസാല ദോശയും ഫിൽറ്റർ കോഫിയൊക്കെ കുടിക്കും. പുള്ളിക്കാരി ദുബായിൽ നിന്ന് പോയി. എപ്പോൾ വസന്ത ഭവനിൽ വരുമ്പോഴും എനിക്ക് നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്ന് ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു, അവിടെ വന്ന് കഴിക്കുന്ന ഒരു ഓർമ്മയാണ്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് എനിക്കൊരു ഇവൻറ്റ് ഉണ്ടായിരുന്നു, ഡൗൺ ടൗണിൽ വെച്ചിട്ടാണ്. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു സമയത്തിന് എത്തുമെന്ന്, കാര്യം ഡൗൺ ടൗൺ ട്രാഫിക് വളരെ മോശമാണ്. ഇവൻറ്റ് അഡ്രസ് ഡൗൺ ടൗണിൽ വെച്ചിട്ടായിരുന്നു. ഒരു സ്പാ സെലോൺ എന്ന് പറഞ്ഞിട്ടൊരു ശ്രീലങ്കൻ ബേസ്ഡ് വെൽനസ് ബ്രാൻഡിൻ്റെ ലോഞ്ച് ഇവൻറ്റ് ആയിരുന്നു. ക്രസോട്ട എന്ന് പറഞ്ഞാൽ അഡ്രസ് ഡൗൺ ടൗണിലുള്ള ഒരു റെസ്റ്റോറൻറ്റിനകത്ത് വെച്ചിട്ടായിരുന്നു. ഇതൊക്കെ അവരുടെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഈ ക്രസോട്ട എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിനകത്ത് അവരിങ്ങനെ ഒരു റൗണ്ട് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പേരൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പാ സെലോൺ എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്, ഓക്കെ. അപ്പോൾ ഇത് ഒരു വെൽ ക്യൂറേറ്റഡ് വിഷ്വലി ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആണ്. ഈ സെർവേഴ്സ് പോലും ഓരോ കോഴ്സും നമുക്ക് സെർവ് ചെയ്യുന്നത് ഇങ്ങനെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ടാണ്, ഓക്കെ. ഭയങ്കര എന്താ പറയുക, വളരെ ഇംപ്രസ്ഡ് ആയിരുന്നു ദ ഹോൾ ഇവൻറ്റ് ആൻഡ് ദ റെസ്റ്റോറൻറ്റ് ഇറ്റ് സെൽഫ്. അവരുടെ എല്ലാം ഭയങ്കര രസമായിരുന്നു. ഇൻറ്ററാക്റ്റീവ് ടേബിൾസ് ആൻഡ് ഇൻറ്ററാക്റ്റീവ് മറ്റേ കപ്പൊക്കെ ഇൻറ്ററാക്ട് ചെയ്യും, നല്ല തീമാറ്റിക് ഫുഡ്, എല്ലാം അടിപൊളിയായിരുന്നു. ഇത് അവരുടെ ഡെസേർട്ടായിരുന്നു ആൻഡ് ഇത് കുറച്ച് ക്യാൻഡി, എല്ലാം നല്ല രസകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇറ്റ് വാസ് എ നൈസ് നൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോവാണ്. വാലിക്ക് വെയിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ഒരു ഡൗൺ ടൗണിൻ്റെ ഭംഗി, ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ ഭയങ്കര ട്രാഫിക്കാണ്, പക്ഷെ എന്നാലും നല്ല രസമാണ് കാണാൻ. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് അടിപൊളി. അപ്പോൾ ഇനി ഞാൻ തക്കൗരി കിടക്കാൻ പോകണം.